നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ റഷ്യൻ ഗ്രാൻഡ് മാസ്റ്റേഴ്സായ യെവ്ഗനി വ്ളാഡിമിറോവും വ്ളാഡിസ്ലാവ് ഒറോത്തിക്നോവും തമ്മിൽ നടന്ന വളരെ രസകരമായിട്ടുള്ളൊരു അറ്റാക്കിംഗ് ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിം നടന്നിരിക്കുന്നത് 1974-ലാണ്. വൈറ്റ് D4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് D5 മൂവ് ചെയ്യുന്നു. വൈറ്റ് C4 മുതൽ ക്വീൻസ് ഗാംബിറ്റ് സെലക്ട് ചെയ്യുന്നു. ബ്ലാക്ക് പോൺ വെച്ച് പോണിട്ടുകൊണ്ട് ആ ഗാംബിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ F3 ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് A6 മൂവ് ചെയ്യുന്നു. ഇത് ക്വീൻസ് ഗാംബിറ്റിൻ്റെ അലക്ഷൻ വേരിയേഷൻ ആണ്. വൈറ്റ് E3 മുതൽ C4 പോണറെ ഡിസ്കവർ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ G4 ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെ പിൻ ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് വൈറ്റിന് ബിഷപ്പ് വെച്ച് ആ പോൺ എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം. എന്നാൽ വൈറ്റ് ഇവിടെ ആദ്യം ഈ ബിഷപ്പിനോട് നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. H3 മുതൽ ബിഷപ്പിന് ഒരു അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ H5 മൂവ് ചെയ്യുന്നു. വൈറ്റ് G4 മുതൽ വീണ്ടും ആ ബിഷപ്പിന് ഒരു അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ G6 മൂവ് ചെയ്യുന്നു. ഇപ്പോഴും വൈറ്റിന് വേണമെങ്കിൽ ബിഷപ്പ് വെച്ച് ആ പോൺ എടുക്കുക. എന്നാൽ വൈറ്റ് ഇവിടെ ബിഷപ്പിനെ ഈ G2 സ്ക്വയറിലേക്ക് ഡെവലപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ പോണിനെ നൈറ്റ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ D2 ഡെവലപ്പ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് നൈറ്റിനെ D7 ഡെവലപ്പ് ചെയ്യുന്നു. അതിനുശേഷം നൈറ്റ് വെച്ച് പോൺ എടുക്കുന്നു. ഇവിടെ ബ്ലാക്ക് E6 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ G2 ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് വീണ്ടും ബിഷപ്പ് വെച്ച് അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ബിഷപ്പിനെ E4 കൊണ്ടുവന്ന് നൈറ്റിനെ വീണ്ടും പിൻ ചെയ്യുന്നു. ഇവിടെയും ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വൈറ്റിനെ കിങ്സിലേക്ക് കാസലിംഗ് ചെയ്യാം. എന്നാൽ വൈറ്റ് കാസലിംഗ് ചെയ്യുന്നില്ല. പകരം നൈറ്റിനെ D2 കൊണ്ടുവന്ന് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. എന്നാൽ ബ്ലാക്ക് അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. പകരം ബിഷപ്പിനെ B4 ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെ പിൻ ചെയ്യുന്നു. ഇവിടെയും കാസലിംഗ് ചെയ്തുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ഈ പിന്നിൽ നിന്ന് ഒഴിവാകാനേ ഉള്ളൂ. എന്നാൽ വൈറ്റ് ഇവിടെ വ്യത്യസ്തമായിട്ടുള്ളൊരു മൂവാണ് ചെയ്യുന്നത്. കിങ്ങിനെ F1 മൂവ് ചെയ്യുന്നു. ഇതോടെ ഈ പിന്നൊഴിവായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബിഷപ്പിനെതിരെ അറ്റാക്കാണ്. ബ്ലാക്ക് ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോയാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ടുന്നു. വൈറ്റ് ബിഷപ്പ് വെച്ച് തിരിച്ചോട്ടുന്നു. അതിനുശേഷം ബ്ലാക്ക് നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ G5 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെതിരെ 2 പീസ് വെച്ച് അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ഒരു എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോയാണ്. ബിഷപ്പ് വെച്ച് ബിഷപ്പിനോട്ടുന്നു. വൈറ്റ് കിങ് വെച്ച് തിരിച്ചോട്ടുന്നു. ബ്ലാക്കിനും ഇവിടെ ഇപ്പോൾ വേണമെങ്കിൽ കാസലിംഗ് ചെയ്യാം. എന്നാൽ ബ്ലാക്കും കാസലിംഗ് ചെയ്യുന്നില്ല. ഇവിടെ മറ്റൊരു പ്ലാനുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നൈറ്റിനെ F8 കൊണ്ടുവരുന്നു. ഇവിടെ ഇപ്പോൾ എന്തായാലും ബ്ലാക്കിന് കിങ്സിലേക്ക് കാസലിംഗ് ചെയ്യാൻ പറ്റില്ല. വൈറ്റ് വേഗം ക്വീൻസിലേക്ക് ഒരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ക്വീനെ B3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് B7 പോണെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ആ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പകരം പ്ലാൻ ചെയ്ത അറ്റാക്ക് വരെ മുന്നോട്ട് പോയാണ്. നൈറ്റിനെ G6 കൊണ്ടുവരുന്നു. ഇതോടെ ഇവിടെ കാസലിംഗുള്ള സൗകര്യം ആയിട്ടുണ്ട്. ഇവിടെ ശരിക്കും ബ്ലാക്ക് എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന് വൈറ്റിന് മനസ്സിലാകുന്നില്ല. വൈറ്റ് വേഗം ബ്ലാക്കിനെ ഈ കാസലിംഗ് ചെയ്യുന്നതെന്ന് തടയാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പിനെ B4 ഡെവലപ്പ് ചെയ്തുകൊണ്ട് F7 സ്ക്വയറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. എന്നാൽ ബ്ലാക്കിൻ്റെ ഉദ്ദേശം ഇവിടെ കാസലിംഗ് അല്ല. ബ്ലാക്ക് പ്ലാൻ ചെയ്തതുപോലെ തന്നെ മുന്നോട്ട് പോയാണ്. നൈറ്റിനെ H4 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ചെക്കാണെങ്കിലും ആ നൈറ്റിന് യാതൊരു സപ്പോർട്ടും ഇല്ല. അതുകൊണ്ട് തന്നെ കിങ്ങിനെ G3 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ആ നൈറ്റിന് സേഫായിട്ട് പോകാൻ ഒരു സ്ക്വയർ മാത്രമേ ബാക്കിയുള്ളൂ. അല്ലാതെ സപ്പോർട്ട് കൊടുക്കാൻ വേറെ പീസുകളൊന്നുമില്ല. ഇവിടെ ബ്ലാക്കിൻ്റെ ഭാഗത്തു നിന്നും ഒരു ബ്രില്യൻ്റ് മൂവ് വരെയാണ്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ബ്ലാക്ക് എന്തായാലും ആ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. പകരം ഒരു പീസിനെ കൂടെ സാക്രിഫൈസ് ചെയ്യാണ്. അടുത്ത നൈറ്റിനെ H5 മൂവ് ചെയ്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഇതോടെ ബ്ലാക്ക് ഒരേ സമയം 2 നൈറ്റുകളെ സാക്രിഫൈസ് ചെയ്തിരിക്കുകയാണ്. ഈ 2 സാക്രിഫൈസുകളുടെയും ഉദ്ദേശം എന്താണെന്ന് നോക്കാം. വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് ഈ H5 നൈറ്റിനാണ് എടുക്കുന്നതെങ്കിൽ അടുത്ത 2 മൂവിൽ ചെക്ക്മേറ്റ് ആവും. ആദ്യം ക്വീന് വെച്ച് നൈറ്റിനോട് എടുത്തുകൊണ്ട് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല. H2 മാത്രമേ മാറാൻ കഴിയുള്ളൂ. ആ സമയത്ത് നൈറ്റിൻ്റെ സപ്പോർട്ടോടെ ക്വീന് വെച്ച് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. അതുകൊണ്ട് ഇപ്പോൾ ഈ നൈറ്റ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലാതെ ഇപ്പോൾ കിങ്ങിന് മൂവ് ചെയ്യാൻ ഒരു സ്ക്വയറേ ഉള്ളൂ. അങ്ങനെ H2 മൂവ് ചെയ്യുകയാണെങ്കിൽ ക്വീന് വെച്ച് ആ നൈറ്റിനോട് എടുക്കാം. അപ്പോഴും ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത മൂവിൽ ചെക്ക്മേറ്റ് ആവും. അതുകൊണ്ട് വൈറ്റ് ഇവിടെ ഈ ഒന്നാമത്തെ സാക്രിഫൈസ് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കിങ് ഉപയോഗിച്ച് H4 നൈറ്റിനെ വെട്ടിയെടുക്കുന്നു. ഇപ്പോൾ
വൈറ്റിൻ്റെ നൈറ്റിന് സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. അതുപോലെ അടുത്ത നൈറ്റിനെതിരെ 2 പീസിൽ വെച്ച് അറ്റാക്കും വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോഴും ബ്ലാക്കിൻ്റെ നൈറ്റിന് സേഫായിട്ട് പോകാൻ ഒരു സ്ക്വയറേ ഉള്ളൂ. ബ്ലാക്ക് ഇപ്പോൾ നൈറ്റിനെ അങ്ങോട്ടേക്ക് മാറ്റുകയാണെങ്കിൽ ഇവിടെ വൈറ്റിന് വളരെ നല്ലൊരു അറ്റാക്കിന് സാധ്യതയുണ്ട്. ആദ്യം നൈറ്റ് ഉപയോഗിച്ച് E6 പോയിന്റ് ഇട്ടുകൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കാം. ക്വീൻ അറ്റാക്കിൽ നിന്നും എങ്ങോട്ടെങ്കിലും മാറുമ്പോൾ നൈറ്റ് ഉപയോഗിച്ച് G7 പോയിന്റ് എടുത്തുകൊണ്ട് ചെക്ക് കൊടുത്തുകൊണ്ട് അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യാം. അല്ലാതെ ക്വീനെതിരെ അറ്റാക്ക് വരുമ്പോൾ ഈ നൈറ്റ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത മൂവിൽ ക്വീൻ ഉപയോഗിച്ച് ആ പോയിന്റ് ചെക്ക് വരികയും വളരെ വേഗത്തിൽ സെഗ്മെന്റ് ആകുകയും ചെയ്യും. അങ്ങനെ പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോഴും ആ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. പകരം വീണ്ടും ഒരു മികച്ച മൂവാണ് ചെയ്യുന്നത്. H6 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നതോടൊപ്പം H5 നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ നൈറ്റ് പിന്നിങ്ങിലാണ്. അതുകൊണ്ട് തന്നെ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. എന്നാൽ വൈറ്റിനിപ്പോൾ ഈ 2 രീതിയിലും ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല. പോൺ വെച്ച് നൈറ്റിനോട്ട് എടുക്കുകയാണെങ്കിൽ ക്യൂവിന് വെച്ച് നൈറ്റിനോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. അല്ലാതെ കിങ് വെച്ച് നൈറ്റിനോട്ട് ആയാലും ക്യൂവിന് വെച്ച് നൈറ്റിനോട്ട് ചെക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ പോൺ വെച്ച് നൈറ്റിനോട്ട് എടുത്താലോ ചെക്ക്മേറ്റ് ആവും. ഇവിടെ ഇപ്പോൾ വൈറ്റ് ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തില്ല എങ്കിലും അടുത്ത മൂവിൽ ക്വീൻ വെച്ച് നൈറ്റിനോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആണ്. അതുകൊണ്ട് വൈറ്റ് ഇവിടെ ആ നൈറ്റിന് ഒരു സപ്പോർട്ടോ കൊടുക്കുകയാണ്. F4 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ നൈറ്റിന് പോണിനോട് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ക്വീൻ വെച്ച് കിട്ടാൻ പറ്റില്ല. അതുകൊണ്ട് ബ്ലാക്ക് പോൺ വെച്ച് നൈറ്റിനോട്ട് കൊണ്ട് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് പോൺ വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇപ്പോഴും ബ്ലാക്കിൻ്റെ ഈ നൈറ്റ് അറ്റാക്കിലാണ്. ബ്ലാക്ക് അറ്റാക്കിൽ നിന്ന് നൈറ്റിനെ മാറ്റിക്കൊണ്ട് ഡിസ്കവറി ചെക്ക് കൊടുക്കുകയാണെങ്കിൽ നൈറ്റ് വെച്ച് ഈ G3 കൊണ്ടുവരുന്ന കൺട്രോൾ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ കിങ്ങിന് അങ്ങോട്ടേക്ക് രക്ഷപ്പെടാനുള്ള അവസരം കിട്ടും. ഇവിടെ ഇപ്പോൾ ആ പോണിനെതിരെ ഒരറ്റ കൂടെ കൊണ്ടുവരുന്നതിനായിട്ട് F6 മൂവ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ കണ്ട പോലെ തന്നെ ക്വീന് വെച്ച് E6 പോണിനോട്ട് ചെക്ക് വരികയും അടുത്ത മൂവിൽ തന്നെ ചെക്ക്മേറ്റ് ആകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇവിടെ ആ പോണിനെതിരെ ഒരറ്റ കൂടെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ നൈറ്റിനെ അറ്റാക്കിൽ നിന്നും മാറ്റാനോ ശ്രമിക്കുന്നില്ല. വീണ്ടും ഒരു ബ്രില്യൻ്റ് മൂവാണ് ചെയ്യുന്നത്. ഈ വീഡിയോ ഒന്നുകൂടെ പോസ് ചെയ്ത ശേഷം ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ബ്ലാക്ക് ഇവിടെ വീണ്ടും ഒരു സാക്രിഫൈസ് ചെയ്യാണ്. ക്വീന് വെച്ച് G5 പോയിന്റ് ഇട്ടുകൊണ്ട് ക്വീനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പോൾ G3 സ്കോറിലേക്ക് നൈറ്റിനോട് കണ്ടുള്ളതുകൊണ്ട് വൈറ്റിന് എന്തായാലും ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. കിങ് വെച്ച് ക്വീനോട്ട് എടുക്കുന്നു. ഇനി അടുത്ത 2 മൂവിൽ ചെക്ക്മേറ്റ് ആണ്. ആദ്യം F6 മൂവ് ചെയ്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ G6 മൂവ് ചെയ്യാം, അല്ലെങ്കിൽ H4 മൂവ് ചെയ്യാം. ബാക്കി എല്ലാ സ്ക്വയറുകളും ബ്ലോക്കാണ്. വൈറ്റ് ഇവിടെ H4 മൂവ് ചെയ്യുന്നത്. ഈ സമയത്ത് G5 മൂവ് ചെയ്തുകൊണ്ട് ചെക്ക് വന്നതോടെ ചെക്ക്മേറ്റ് ആയി. ഇവിടെ പോണപ്പോ ചെക്ക് വരുമ്പോൾ H4 മൂവ് ചെയ്യുന്നതിന് പകരം കിങ് G6 മൂവ് ചെയ്താലും അടുത്ത മൂവിൽ ചെക്ക്മേറ്റ് തന്നെയാണ്. ഇപ്പോഴും കിങ്ങിന് മൂവ് ചെയ്യാൻ വേറെ സ്ക്വയറുകളൊന്നുമില്ല. റൂക്ക് H6 ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ഇപ്പോൾ റൂക്കിന് പോണിൻ്റെ സപ്പോർട്ടുണ്ട്, ആ പോണിന് നൈറ്റിൻ്റെ സപ്പോർട്ടുണ്ട്. ഇതോടെ ചെക്ക്മേറ്റ് ആവും. വളരെ മികച്ച സാക്രിഫൈസുകളുള്ള വളരെ നല്ലൊരു ഗെയിമായിരുന്നു. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.